അസ്സലാമു വറഹ്മത്തുള്ളാഹി പ്രിയമുള്ളവരെ, ഞാൻ മൻസൂർ മണ്ണാർക്കാട് റിയാക്ടിംഗ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയമുള്ളവരെ, ഞാൻ ഉസ്താദന്മാരുടെ ഇറച്ചി തിന്നുന്നവനാണ്, വേറെന്തൊക്കെ തിന്നുന്നവനാണ്, ഉസ്താദന്മാരെ കുറ്റം പറയുന്നവനാണ് എന്ന് പറയുന്ന ആളുകൾക്ക് മുമ്പിലേക്ക് ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരി എന്ന് ഇതര ആദർശത്തിലുള്ള ആളുകൾ കൂടി പറഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച രണ്ട് കാര്യങ്ങൾ. അത് പറയുന്നത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന രണ്ട് ഉസ്താദന്മാരാണ്. ഒന്ന് മുഹമ്മദ് അലി ഓണംപള്ളി ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ പല വീഡിയോകളും പല സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ചാനലുകളിലൂടെയും അദ്ദേഹത്തിന്റെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ മൻസൂർ മണ്ണാർക്കാട് എന്ന ചാനലിൽ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ വൈറലാവുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇതുവരെയും സംസാരിക്കുന്ന ഞാൻ കേട്ട ഒന്നിലും അദ്ദേഹം അനാവശ്യമായിട്ട് അടിസ്ഥാനരഹിതമായിട്ട് ഉമ്മത്തിന് ഒരു ഗുണവുമില്ലാത്തതായിട്ട് ഒരു കാര്യം അവിടെ പറയാറില്ല. എന്തെങ്കിലും ഒരു വാക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ രണ്ടോ മൂന്നോ കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് മുഹമ്മദ് അലി ഫൈസി ഓണംപള്ളിയുടെ പ്രത്യേകത. അദ്ദേഹത്തിന് അള്ളാഹു ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകട്ടെ. അദ്ദേഹം പറയുന്ന നന്മകൾക്ക് അള്ളാഹു അറിയിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലിയിൽ, ഒഴുക്കൻ രീതിയിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് നടന്ന ഒരു സംഭവമാണ് പറയുന്നത്. ഇതിൽ നമുക്ക് പഠിക്കുവാൻ ഒന്നോ രണ്ടോ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ രണ്ട് വീഡിയോകൾ ചെറിയ വീഡിയോകളാണ്. ഇത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഈ സമയം നഷ്ടപ്പെടില്ല, നിങ്ങളുടെ ഈ MB നഷ്ടപ്പെടില്ല എന്നുള്ള ഉറപ്പ് മൻസൂർ മണ്ണാർക്കാടിൻ്റെതാണ്. കണ്ടു നോക്കൂ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഒരു മോഷണ കുറ്റവാളിയെ കൊണ്ടുവന്നു. ദൈന്യമായ മുഖത്തേക്ക് നോക്കി ഖലീഫ, എന്നിട്ട് ചോദിച്ചു, മോനെ എന്ത് സംഭവിച്ചു? അപ്പൊ പറഞ്ഞു, വിശന്നു വലഞ്ഞപ്പോ, സാമാന്യമായ മാന്യത പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോ ഞാൻ എന്റെ ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ആ മുതലാളിയുടെ തോട്ടത്തിൽ നിന്ന് ഞാൻ 2-3 ഈത്തപ്പഴം പറിച്ചെടുത്തു പോയത്. തെറ്റാണ്. പക്ഷേ ആ തെറ്റിന് ഇങ്ങനെ ഒരു സാഹചര്യമുണ്ടെന്ന് പറയുമ്പോ ആ സാഹചര്യത്തിന്റെ മുമ്പിൽ നിന്ന് വിതുമ്പിപ്പോയ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല, ആ ഫാറൂഖാണ് ചോദിച്ചത്, ഇയാൾക്ക് കൊടുക്കേണ്ടിയിരുന്ന പോലെയുള്ള അവകാശം ഉണ്ടായിരുന്നു, എന്നിട്ടും അയാളെ നിങ്ങൾ മർദ്ദിച്ചു. എന്നിട്ട് അതിനും ശേഷവും നിങ്ങൾ അയാളെ വീണ്ടും ഇസ്ലാമിക നിയമകൃത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കാൻ വേണ്ടി എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയും ചെയ്തു. നിങ്ങൾക്ക് നാണം തോന്നിയില്ലേ എന്ന് ചോദിച്ചു സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇവിടെ ഞാൻ നേരത്തെ ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത് മുഹമ്മദ് അലി ഫൈസി എന്നാണ് പറഞ്ഞത്. ക്ഷമിക്കണം, മുഹമ്മദ് ഫൈസി ഓണംപള്ളി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ. നീതിമാനായ ഭരണാധികാരി, ഇസ്ലാമിക ലോകത്ത് 2ാം ഖലീഫയായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമിയായിക്കൊണ്ട് രണ്ടാമത് വന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രമൊക്കെ പാടിപ്പറയലുകളിലൂടെയും വയലുകളിലൂടെയും ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കേട്ടതാണ്. അദ്ദേഹത്തിന്റെ ഇസ്ലാം ആശ്ലേഷത്തിന് ശേഷം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്ത 2 ഉമറില് ഒന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ആ ഉമർ ഇസ്ലാമിലേക്ക് വന്നപ്പോ ഇസ്ലാമിന് ലഭിച്ച ഇസ്സത്ത്, സ്ഥൈര്യം അതൊക്കെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. വലിയ വലിയ ഉസ്താദന്മാരത് വളരെ സരസമായി കൊണ്ട് തന്നെ വിശദീകരിച്ച് കഴിഞ്ഞതുമാണ്. ഇവിടെ മുഹമ്മദ് ഫൈസി ഓണംപള്ളി ഉസ്താദ് ഇവിടെ വിശദീകരിച്ച കാര്യത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു കാര്യം, പ്രിയമുള്ളവരെ, നീതിയുണ്ട്, നിയമമുണ്ട്. നിയമം എന്ന് പറയുന്നത് നീതിയായിരിക്കില്ല. കോടതിയിൽ ഒരു കേസ് വന്നാൽ, അത് ഏത് കോടതിയാവട്ടെ, ആ കോടതിയിൽ ഒരു കേസ് വന്നാൽ, ഒരു ക്രിമിനൽ കേസ് വന്നാൽ, അല്ലെങ്കിൽ ഏതൊരു കേസ് വന്നാലും അവിടെയുള്ള ജസ്റ്റിസ്, ഖാദി, ജഡ്ജി ആര് തന്നെ ആണെങ്കിലും അവർ അതിന് വിധി പറയുന്നത് ഇവിടെ നിന്ന് വക്കീൽമാരുടെ, അഭിഭാഷകരുടെ, ലോയർമാരുടെ വാഗ്വാദങ്ങൾക്കും തെളിവ് നിരത്തലുകൾക്കും നിയമം പറയലുകൾക്കും ഒക്കെ ശേഷം അവിടെ നിന്നും വിധി പറയുന്നത് തെളിവുകൾ അടിസ്ഥാനമാക്കിയാണ്. ഒരു ക്രൈം നടന്നാല് ആ ക്രൈം ചെയ്ത ക്രിമിനൽ, അയാൾ ചെയ്തത് ഒഫൻസാണ്. ആ ഒഫൻസ് തെളിയിക്കണമെങ്കിൽ അതിന് തെളിവ് വേണം. ആ തെളിവുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ക്രൈം തെളിയിക്കാൻ കഴിയുള്ളൂ, ആ ക്രിമിനലിനെ ശിക്ഷിക്കാൻ കഴിയുള്ളൂ. അവിടെ കള്ള തെളിവുകളുടെയും കള്ള സാക്ഷികളുടെയും ഒക്കെ ബലത്തിൽ അവിടെ നിന്നും ഒരു വലിയ ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാള് ഊരിപ്പോരുകയാണെങ്കിൽ വലിയ വലിയ വക്കീലന്മാരുടെ വാക്കസരത്തിന്റെയും അവരുടെ തന്ത്രത്തിന്റെയും അവരുടെ നിയമം നൂലിഴ കീറി പഠിച്ചുകൊണ്ടുള്ള മറ്റു
അതിന്റെ ലൂപ്പ് ഹോളുകളുടെയും ഒക്കെ കാരണത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ബോറടിക്കരുത്. എനിക്ക് ഈ വിഷയത്തിലൊന്നും വലിയൊരു അറിവില്ല. ഉള്ള ഇത് വെച്ചിട്ട് പറയാണ് ഇതിലുള്ള വലിയൊരു കാര്യം എന്നുള്ളത് എനിക്ക് മനസ്സിലാതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ചെറുതായി തോന്നിയേക്കാം. അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് നീതി എന്നുള്ള ആ ഒരു തുലാസുണ്ടല്ലോ, അതിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്, അല്ലെങ്കിൽ നമ്മളതിൽ കളങ്കിതനായി പോകരുത് എന്നുള്ള ആ ഒരു നസീഹത്ത് വെച്ചുകൊണ്ട് കൂടിയാണ് ഇത് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ധാരാളം. എങ്കിലും ഈ പറയപ്പെട്ട ഒരു ക്രിമിനല് ശിക്ഷിക്കപ്പെടണമെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. തെളിവാണ് അവിടെ നീതിയും ന്യായവും ഒക്കെ പറയുന്നത്. ന്യായം ഒന്നായിരിക്കാം, നീതി മറ്റൊന്നായിരിക്കാം, ജഡ്ജ്മെന്റ് വേറൊന്നായിരിക്കാം. ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ അങ്ങനെയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണം ഒന്നും പറയുന്നില്ല. ഉദാഹരണമൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന കുറെ ഉദാഹരണങ്ങളുണ്ട്. അവിടേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ഒരു മനുഷ്യൻ വളരെ വിശന്ന് വലഞ്ഞ്, അവന് ഈ വിശപ്പ് ചില സമയങ്ങളിൽ വിശപ്പ് എന്ന് പറഞ്ഞാൽ വിശപ്പ് സഹിച്ച് പിന്നെ വിശപ്പില്ലാത്തൊരവസ്ഥ വരും. ചില സമയങ്ങളിൽ വിശപ്പ് സഹിക്കവയ്യാതെ നമ്മെ തന്നെ മറന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്കും വരും. ഇതൊക്കെ അനുഭവിച്ചും പറഞ്ഞു കേട്ടുമുള്ള അറിവുകളാണ്. പലർക്കും പല രൂപത്തിലായിരിക്കാം. ചില ആളുകൾക്ക് കുറെ നേരം വിശപ്പ് സഹിക്കാൻ കഴിയുമായിരിക്കും. അങ്ങനെയൊക്കെ പലർക്കും പല രൂപത്തിലുണ്ടാവും. നമ്മളുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ വിശപ്പ് സഹിക്കവയ്യാതെ ഒരു സഹോദരൻ, ഒരു മനുഷ്യൻ ഒരു തോട്ടത്തിൽ കയറി അവിടെ നിന്ന് കാരക്ക എടുത്ത് കഴിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് വന്ന ആ തോട്ടത്തിന്റെ ഉടമ ആ മനുഷ്യനെ ആദ്യം മർദ്ദിക്കുകയാണ്. പിന്നീട് ബന്ധനസ്ഥനാക്കിക്കൊണ്ട് ഖലീഫയുടെ, അന്നത്തെ ജഡ്ജിയുടെ അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരിയുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ വന്നപ്പോ ഖലീഫ ഉമർ പറഞ്ഞത്, കട്ടവനാണ് കട്ടവന്റെ കൈ വെട്ടണമെന്നല്ല, അത് നിയമമാണ്. കട്ട് തിന്നിട്ടുണ്ട്, അവൻ ഇത്ര ചാട്ടയടി കൊടുക്കണമെന്നല്ല. കട്ട് തിന്നിട്ടുണ്ട്, അതിന് മറ്റെന്തെങ്കിലും ശിക്ഷാ വിധിയല്ല അവിടെ പറഞ്ഞത്. നിനക്ക് അവൻ കഴിച്ചതിൽ കൂടുതൽ കഴിക്കുവാനുള്ള ആ ഒരു അവസ്ഥ അള്ളാഹു നൽകിയിട്ടുണ്ടല്ലോ. അവൻ വിശപ്പ് സഹിക്കാതെ 2 കാരക്ക എടുത്താല് നിനക്ക് ഇത്രയൊന്നും നഷ്ടം വരാനില്ലല്ലോ. എന്നിട്ടും അത് ക്ഷമിക്കാവുന്ന, ദാനമായിട്ട് വിട്ടുകൊടുക്കാവുന്ന, ദാനം കൊടുത്തു കഴിഞ്ഞാൽ ആ സാധുവിന്റെ വിശപ്പ് മാറി ആ മനുഷ്യന് നാളെ പരലോകത്ത് അതൊരു ഗുണവുമായേക്കാം. പരലോകത്ത് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് നമുക്ക് വരുന്ന ആപത്തുകളെ തടയും എന്നുള്ളതാണ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. എന്നിട്ടും ആ ഒരു മനുഷ്യനെ മർദ്ദിക്കുകയും ബന്ധനസ്ഥനാക്കി പിന്നെയും ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടി ഖലീഫ ഉമറിന്റെ അടുത്താണ് കൊടുത്തിട്ടുള്ളത്. ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരി ഖലീഫ ഉമർ. നിയമം എന്നതിനൊപ്പം നീതി എന്നൊരു കാര്യമുണ്ട്, കരുണ എന്നൊരു കാര്യമുണ്ട്, മനസാക്ഷി എന്നൊരു കാര്യമുണ്ട്. ഈ ഒരു വിഷയം പറയുമ്പോൾ എനിക്ക് അടുത്ത വീഡിയോ കാണിക്കാനുണ്ട്. സമയം വൈകുന്നത് ഭയപ്പെട്ടുകൊണ്ട് നമുക്ക് ഇത് സംബന്ധിച്ച് ഓരോ വീഡിയോകളിലൂടെ ചെറുതായിട്ട് പറയാം. ഒരു കാര്യം മാത്രം പെട്ടെന്ന് സൂചിപ്പിച്ചു പോകാം. നമുക്ക് മുന്നിലേക്ക് ഒരു വിഷയം വരുന്ന സമയത്ത് നമ്മളതിൻ്റെ നിയമവശങ്ങൾ തേടി പോകുമ്പോൾ അതിൻ്റെ നീതി എന്താണെന്ന് നോക്കേണ്ടതുണ്ട്. ഒരു ചെറിയ ബാലൻ വിശന്നു വലഞ്ഞ് അവൻ മുന്നിൽ കാണുന്ന ഒരു ചായക്കടയുടെ അലമാരയില് നല്ല നല്ല പലഹാരങ്ങൾ ഇരിക്കുന്നുണ്ട്. വിശപ്പ് സഹിച്ചിട്ടുണ്ടോ നിങ്ങള്? ഈ കേൾക്കുന്ന നിങ്ങള് പട്ടിണി, നോമ്പെടുത്തിട്ടുള്ള പട്ടിണിയല്ല, അത് നമ്മുടെ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നിയ്യത്ത് ചെയ്തിട്ടുള്ളതാണ്. അല്ല, ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്ന ഒരവസ്ഥ, അത് നമുക്ക് കയ്യിൽ പൈസ ഇല്ലായിട്ടോ അങ്ങനെയൊന്നുമല്ല, അല്ലാതെ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് പോയി പെട്ടിട്ടൊക്കെ ഭക്ഷണം കിട്ടാതെയൊക്കെ അവസ്ഥ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. മരുഭൂമിയിലൊക്കെ വെള്ളം ഭക്ഷണം ഇല്ലാതെ ഇരിക്കേണ്ട ഒരവസ്ഥയൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ചെറുപ്പത്തിലൊക്കെ ദാരിദ്ര്യത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഈ അന്നത്തെ റേഷനരി ഇന്നത്തെ റേഷനരി പോലെയല്ല. ഇന്ന് റേഷനരി എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ മക്കളും റേഷനരിയാണ് കഴിക്കുന്നത്. റേഷൻ ഷോപ്പിൽ നിന്ന് കൊണ്ടുവരുന്ന അരി തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. പക്ഷെ അന്നത്തെ റേഷനരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലും ഒരു ടേസ്റ്റൊന്നും ഇല്ലാത്ത ഒക്കെ അരിയായിരിക്കും. അന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഈ വല്യമ്മയൊക്കെ കൊയ്യാൻ പോയിട്ട് അതിന് കൂലിയായിട്ട് കിട്ടുക നെല്ലാണ്. ആ നെല്ല് കൊടുന്ന് പുഴുങ്ങി മില്ലിൽ കൊണ്ട് കുത്തിക്കൊടുന്നിട്ട് കുത്തരിയായിട്ട് കഞ്ഞിയും ചോറും ഒക്കെ ആ ടേസ്റ്റിലുള്ള ചോറ് കഴിക്കുന്ന നമ്മള് പിന്നീട് ഈ അരി തിന്നുമ്പോ ഉള്ള അതിന് പോലും വകയില്ലാത്ത അവസ്ഥയില് പച്ചരി, അന്ന് പച്ചരിക്ക് വളരെ റേറ്റ് കുറവാണ്. ഇന്നിപ്പോ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അന്ന് പച്ചരിക്ക് തീരെ വില ഉണ്ടായിരുന്നില്ല. കാര്യം അന്ന് ഇന്നത്തെ പോലെ പലഹാരങ്ങളൊന്നും ആളുകൾ ഉണ്ടാക്കൂല. ഒക്കെ രാവിലെ വെള്ളച്ചോറ്, ഉച്ചക്കും ചോറ്, രാത്രിയും ചോറ്, ചോറോട് ചോറ്. അപ്പൊ പച്ചരി കൊടുന്നിട്ട് അത് വറ്റിക്കും, ഉപ്പൊക്കെ ഇട്ടിട്ട് വറ്റിക്കും. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിച്ചു തന്നു കഴിഞ്ഞാൽ നെയ്ച്ചോറാന്ന് പറഞ്ഞിട്ട് തരും. ഇതൊക്കെ അത് ഈ ദാരിദ്ര്യം എന്നുള്ള ആ ഒരു കാര്യത്തിൻ്റെതാണ്.
ഇന്നും എത്ര നമ്മളെടുത്ത് എന്തൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഈ റേഷൻ കാർഡ് കിട്ടാൻ കുറേയൊക്കെ വൈകി. ഒരു വൈറ്റ് കാർഡാണ് കിട്ടിയത്. കൊറോണ സമയത്തൊക്കെ അത്രയും മോശമായ രീതിയിലൂടെയൊക്കെ പോയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഈ കൊറോണ സമയത്ത് അതൊക്കെ പല ആളുകളും കൊറോണ എന്ന് പറയുന്ന COVID-19 ഇരകളായിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ഇരയായിരുന്നു ഞാൻ. എൻ്റെ കച്ചവടമൊക്കെ പൂട്ടിപ്പോയ ഒരവസ്ഥയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നും നമ്മളത് തന്നെയാണ് കഴിക്കുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ് നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും പറഞ്ഞത് വിശപ്പ് എന്നുള്ളത് ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയ ആളുകൾക്ക് അത് അറിയാൻ കഴിയും. ആ സുഖലോലുപതയിൽ ജീവിച്ച ഒരു പ്രഭുകുമാരനായിട്ടൊക്കെ വളർന്നിട്ടുണ്ടായിരുന്ന ആ മനുഷ്യൻ ഈ പാവം വിശന്ന് വലഞ്ഞ് കാരക്കയെടുത്ത് ഭക്ഷിച്ചവനെ മർദ്ദിച്ചിട്ട് വിടുകയല്ല ചെയ്തത്, ബന്ധനസ്ഥനാക്കി പിന്നീട് ഖലീഫയുടെ മുന്നിൽ എത്തിച്ചപ്പോ ഖലീഫ പറഞ്ഞ ആ ഒരു വാക്കുണ്ടല്ലോ, അത് അവിടെ നിയമമല്ല, നീതിയാണ്. നിയമം എന്താണ്? നിയമം അവിടെയുള്ളത് ആ അനുവാദമില്ലാതെ അവിടെ നിന്നും എടുക്കുന്നത് മോഷണമാണ്, അവന് ശരീഅത്ത് നിയമപ്രകാരം ശിക്ഷയാണ്. എന്നാൽ ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ നിയമം കളങ്കപ്പെടുത്തിയിട്ടില്ല ഉമർ ബിൻ ഖത്താബ്. അപ്പോ പറഞ്ഞു വന്നത്, നമ്മളുടെ മുമ്പിൽ ഏതെങ്കിലും ഒക്കെ ഒരു വിഷയം വരുന്ന സമയത്ത് നിയമവശങ്ങൾ തിരഞ്ഞു പോവുകയും അതിൻ്റെ ഒരു ഭാഗം മാത്രം ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ ഈ ഉള്ളവനെ പേഴ്സണലായിട്ട് അറിയുന്ന ആളുകൾക്കൊക്കെ അതറിയാൻ കഴിയും. കാര്യം അവിടെ നീതി എന്നുള്ള ആ ഒരു കാര്യം വിട്ടിട്ട് മറ്റുള്ള ഒരു ലെവലിലേക്ക് ഞാൻ പോകാറില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ ആവാൻ തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകളെ, എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്ത ആളുകളെ രണ്ട് കണ്ണുകൊണ്ട് കാണുന്ന, അവിഹിതമായിക്കൊണ്ട് ഒരു സ്ത്രീയും പുരുഷനും അവിഹിത ബന്ധത്തിന്റെ ഭാഗമായിക്കൊണ്ട് പിടിക്കപ്പെട്ടാൽ പുരുഷന് വയറിറച്ചടിയിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി ഇങ്ങനെ തിന്നാൻ കൊടുക്കല്ല, നമ്മളവിടുത്തെ ഒരു വാക്കാണ്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. നല്ല പൂസ കൊടുക്കും, ഇടി കൊടുക്കും, ചവിട്ട് കൊടുക്കും, എന്നിട്ട് ചിലപ്പോൾ പോലീസിൽ ഏൽപ്പിക്കും, അല്ലെങ്കിൽ അതിനെ ആ കോലത്തിലാക്കിയിട്ട് വിടുമായിരിക്കും. എന്നാൽ ഈ സ്ത്രീക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഈ അടി എന്നുള്ളത് സ്ത്രീക്ക് ഉണ്ടാവില്ല, പുരുഷന് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ സദാചാര ഗുണ്ടായുസത്തിന്റെ ഭാഗമായിട്ട് അതൊക്കെ ആ നാട്ടിലെ നിയമത്തിന്റെ ആ വഴിക്ക് ആരും നിയമം കയ്യിലെടുക്കാനൊന്നും പാടില്ല. പിന്നെ പെട്ടെന്നുണ്ടാവുന്ന ഒരു ക്ഷോഭത്തിന്റെയും ദേശത്തിന്റെയും ഭാഗമായിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. എങ്കിലും ചില ആളുകൾ അതിലാക്കാക്കിക്കൊണ്ട് അതൊരു മുതലാക്കിക്കൊണ്ട് ആരാൻ്റെ മക്കളെ തല്ലാന് നല്ല സുഖമാണല്ലോ, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അവിടെ ഞാൻ പറയുന്നത് ആരും മറ്റൊരർത്ഥത്തിൽ എടുക്കരുത്, തെറ്റിദ്ധരിക്കരുത്. ഇതൊരു സൂചിയാണെന്ന് കരുതുക. ഇത് സൂചിയല്ല കേട്ടോ, അത് പേനയുടെ. ഇതൊരു സൂചിയാണെന്ന് കരുതുക. ആ സൂചിയിലേക്ക് നമ്മൾ നൂല് കോർക്കണമെങ്കിൽ ഈ സൂചി ഇളകിക്കൊണ്ടിരുന്നാൽ നൂല് കോർക്കാൻ കഴിയില്ല. ഇതിൽ നിന്ന് ഒരുവിധം ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ അവിടെ സംഭവം രണ്ടുപേരും അല്ലേ അതിന് തെറ്റുകാരാണ്. ഒരു റേപ്പ് അറ്റംപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ബലാത്സംഗം അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇയാൾ മാത്രം കുറ്റക്കാരനും അവര് നിരപരാധി, ഇരയുമായി പോവും. ഇരയുടെ ഒപ്പമാണ് നിൽക്കേണ്ടത്, ഇരക്കാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്. എന്നാൽ ഇവര് രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിന്റെ മുകളില്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോ വേറൊരു വാക്കുണ്ടല്ലോ, ഉഭയകക്ഷി അല്ലെ, വിവേകേതര ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെയാണ് കോടതി ഭാഷയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പുരുഷന് മാത്രം നല്ല അടി, സ്ത്രീക്ക് വലിയ അടിയൊന്നുമില്ല. അവിടെ രണ്ടുപേരെയും തല്ലണമെന്നല്ല പറയുന്നത്. എന്താണോ ആ നാട്ടിലെ നീതി നിയമം അത് അനുസരിച്ച് പോവുക. പിന്നെ ആ വികാരപ്രപഞ്ചത്തിന്റെ അങ്ങനെയൊക്കെ പറയുമല്ലോ, അതിൻ്റെയൊക്കെ ഇതിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് നീതിപൂർവമാവട്ടെ എന്നുള്ളതാണ്. അതിൽ വലിയ തെറ്റ് തന്നെയാണ്, വലിയ തെറ്റ് തന്നെയാണ്. പക്ഷെ ഒരു വലിയ തെറ്റിനോട് പോലും ഇപ്പോൾ ഒരു കണ്ടംപ്റ്റ് സെല്ലിൽ കിടക്കുന്ന ഒരു പ്രതി, അയാള് മനുഷ്യാവകാശങ്ങളെല്ലാം അയാൾക്കുണ്ട്. അയാൾ നാളെ തൂക്കിക്കൊല്ലുകയാണ്. നാളെ പുലർച്ചെ 5:30 മണിക്ക് അയാളെ കൊണ്ടുപോയിട്ട് ഹാങ് ചെയ്യും, അയാളെ തൂക്കിലേറ്റും. എന്നാൽ ആ തൂക്കിലേറ്റുന്നത് വരെയും അവന് മനുഷ്യാവകാശമുണ്ട്, പൗരാവകാശമുണ്ട്. അവൻ ചെയ്ത തെറ്റ് അവനെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുകയും അവൻ ചെയ്ത തെറ്റ് അവനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം അവൻ അർഹിക്കുന്ന ശിക്ഷ കൊടുക്കുന്നത് വരെയും മനുഷ്യാവകാശം എന്നുള്ള ആ ഒരു സംഭവമുണ്ട്. അത് കഴിഞ്ഞ് അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ, മരണം വരെ തൂക്കിലിടുക എന്നുള്ള ആ സംഭവം കഴിഞ്ഞാൽ പിന്നീട് അവന്റെ ബോഡിക്ക് മനുഷ്യാവകാശമുണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എത്ര വലിയ ക്രിമിനൽ ആണെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ നമ്മൾ ഒരു പക്ഷം ചേരുക എന്നുള്ള ആ ഒരു കാര്യത്തിനൊക്കെ എന്തായാലും പറഞ്ഞ് കാട് കയറിപ്പോയി, കുറച്ച് വീഡിയോ നീണ്ടുപോയി. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇനി പറയുന്ന ഉസ്താദിന്റെ പേര് ഹാഫിൽ
അനസ് മൗലവിയാണ്. ഇദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിനെയും എനിക്ക് നല്ല രീതിയിൽ കേൾക്കുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും ജീവിതത്തിൽ അവരുടെ വാക്കുകളെ സ്വീകരിക്കുവാനാ കഴിഞ്ഞിട്ടുള്ളത്. ഇവർക്ക് എന്താ കള്ളക്കറാമത്ത് പറഞ്ഞാല് ഓലി നമ്മൾ പറയും, ഓലി കള്ളക്കറാമത്ത് പറയണില്ല. അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തത് അവർ പറയുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സച്ചരിതരായ സഹാബത്തെ കിറാമിന്റെ അവരുടെ ആധാറുകള്, അവരുടെ ജീവിതത്തിലുണ്ടായ നന്മകള് ഉമർ ഇബ്നു ഖത്താബിനെ കുറിച്ച് തന്നെയാണ് റളിയല്ലാഹു തആല അൻഹും, അദ്ദേഹത്തെ കുറിച്ച് തന്നെയാണ് ഇവിടെ അനസ് മൗലവിയും പറയുന്നത്. നമുക്ക് കേൾക്കാം. ഹാഫിൽ അനസ് മൗലവിയാണ്, അഹമ്മദ് അനസ് മൗലവി അല്ല. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ദിവസം കേട്ട ഒരു ഹദീസ് ഉണ്ട്. ഇമാം ബൈഹഖി സുനനുൽ കുബ്രയിൽ പറഞ്ഞ ഒരു സംഭവം. ഹദീസ് എന്ന് പറഞ്ഞാൽ സംഭവങ്ങളാണല്ലോ പ്രിയപ്പെട്ടവർ. മഹാനായ ഉമറിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിട്ട് പരാതി വന്നു. അവള് മോശമായ നിലയിൽ ജീവിക്കുന്നു, ആഭാസവൃത്തികളിലൊക്കെ ഏർപ്പെടുന്നു, വിചാരകർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. അങ്ങനെ മോശപ്പെട്ട നിലയിൽ ജീവിച്ച ആ പെൺകുട്ടി ഗർഭിണിയായി എന്ന വാർത്ത ഭരണാധികാരിയുടെ മുമ്പിലെത്തി. ഭരണാധികാരിയുടെ മുമ്പിലെത്തിയപ്പോൾ സ്വാഭാവികമായും ഉമറിന്റെ രീതി, അത് ആരായിരുന്നാലും ശരി അവർക്കെതിരെ കഠിനമായ നടപടിയും ശിക്ഷാ നടപടിയും ഒക്കെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവர்கள் ഒരു ഓർഡർ ഇട്ടു, അവളെ ഹാജരാക്കൂ, പിടിച്ചുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു. പറഞ്ഞതാരാ? ഉമറാണ്, സാധാരണക്കാരനല്ല. ഉമറിന്റെ വാക്കുകളുടെ മുമ്പിൽ അന്ന് അദ്ദേഹത്തെ അറിയാമായിരുന്ന ആളുകളൊക്കെ കിടുകിട വിറയ്ക്കുമായിരുന്നു. സ്വാഭാവികമായും തെറ്റുകുറ്റങ്ങളിൽ പെട്ടുപോയ ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട് വിവരം കിട്ടിയപ്പോൾ അവളെ ഹാജരാക്കൂ എന്ന ഓർഡർ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭാഗത്ത് നിന്ന് വന്നു എന്നറിഞ്ഞപ്പോൾ ഈ പെണ്ണ് പേടിച്ചു വിറച്ചു. അവളുടെ പേടിയുടെ ആധിക്യത്താൽ അറിയാതെ അവളുടെ ഗർഭം അലസിപ്പോയി, അബോർഷനായി. സ്വാഭാവികമായും ഉമറിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെട്ട ഈ പെൺകുട്ടി വിറച്ചു നിൽക്കുമ്പോൾ ആ മനസ്സ് പഴയ ഉമറിന്റെ മനസ്സല്ലല്ലോ ഇന്ന്. പടച്ചവനെ പറ്റി ഭയപ്പാടുള്ള ഉമറിന്റെ പുതിയ മനസ്സുകൊണ്ട് അദ്ദേഹം കുറ്റബോധത്തോടുകൂടി തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന സഹാബാക്കളിലെ പ്രമുഖന്മാരെ ഇരുത്തിയിട്ട് ചോദിച്ചു, സഹാബാക്കളെ, ഇവിടെ ഞാൻ അവൾക്ക് എതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയതെങ്കിലും ഞാനൊരു കുറ്റബോധത്തോടു കൂടി നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ കുറ്റവാളിയായില്ലേ? ഞാൻ തെറ്റുകാരനായില്ലേ? ഒരു പെണ്ണിനെ പേടിപ്പിക്കുകയും ആ പേടിയുടെ കടുപ്പത്തിൽ അവൾക്ക് അബോർഷനാവുകയും ചെയ്തപ്പോൾ ഞാൻ ആ പെണ്ണിനെ ഉപദ്രവിച്ചവനായില്ലേ? ഞാൻ ആ പെണ്ണിന്റെ കുട്ടിയെ കൊലപ്പെടുത്തിയവനായില്ലേ? ഞാൻ ദിയത്ത് കൊടുക്കണ്ടേ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചപ്പം കൂട്ടത്തിലുണ്ടായിരുന്ന പ്രമുഖരായ സഹാബാക്കൾ, സാധാരണ സഹാബാക്കളല്ല, അഷ്റഫുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട പ്രമുഖരായ സഹാബാക്കളിൽ 10-11 ആളുകൾ പറഞ്ഞു, ഇല്ല അമീറുൽ മോമിനീൻ, താങ്കൾ ഭരണാധികാരിയാണ്, താങ്കൾക്ക് അതിനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തം നിർവഹിച്ചെന്നേ ഉള്ളൂ, നിങ്ങൾ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഒന്ന് ഇടപെടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് അത് ഈ വിഷയത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. എത്ര വലിയ തെറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ പോലും അവർക്ക് അവകാശമുണ്ട്. അത് ഞാൻ നമ്മുടെ നാട്ടിലെ ഈ ഒരു ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ നിന്ന് മാത്രമല്ല പറയുന്നത്, ലോകത്തെല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഈ ഗുണ്ടനാമ പോലെയുള്ള തടവറകളില് വളരെ ക്രൂരമായിക്കൊണ്ടും മൃഗീയമായിക്കൊണ്ടും പീഡനങ്ങൾ അനുഭവിക്കുന്ന അഫ്ഗാനിലെയും മറ്റു ഇതര രാഷ്ട്രങ്ങളിലെ ആളുകൾ, തടവുകാര്, അവിടെ മനുഷ്യാവകാശമില്ല, പൗരാവകാശമില്ല, ഒന്നുമില്ല. എന്നാൽ ഖലീഫ ഉമർ എന്ന് പറയുന്ന നീതിമാനായ ഭരണാധികാരി, ആ ഭരണാധികാരിയുടെ ഉള്ള് പിടയുകയായിരുന്നു. എന്താണ് വിഷയം? ആ പെണ്ണിന്റെ ഗർഭം അലസിപ്പോയത് ഞാൻ കാരണമാണോ? ആ പെണ്ണ് ഒരു മോശക്കാരിയായ, അല്ലെങ്കിൽ ഇസ്ലാമിൽ വ്യഭിചാരം എന്നുള്ളത് വലിയ കുറ്റമാണ്, വൻപാപങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അതിന് ശിക്ഷ അനുഭവിക്കേണ്ടവളാണ്. പക്ഷേ അവളുടെ അവസ്ഥ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അനസ് മൗലവി പറയുന്നുണ്ട്. എന്തായാലും അനസ് മൗലവി പറയട്ടെ, ഞാനൊരു വിഷയം പറയാൻ വേണ്ടി നിർത്തിയതാണ്. കൂട്ടത്തിൽ അലി ഇബ്നു അബി താലിബ് മാത്രം നിശബ്ദനായി മിണ്ടാതിരുന്നു. എല്ലാവരും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പം ഉമർ ചോദിച്ചു, അല്ല താങ്കൾ എന്താണ് ഒന്നും മിണ്ടാത്തത്? താങ്കൾ എന്താ ഒന്നും മിണ്ടാത്തത്? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അവറുകൾ പറഞ്ഞു, ഉമറെ, നിന്നെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇരുന്നവരൊക്കെ അഭിപ്രായം പറഞ്ഞതെങ്കിൽ അവരൊക്കെ പാപികളാണ്, അവരൊക്കെ കുറ്റക്കാരാണ്. നീ അമീറുൽ മോമിനാണ്, ഞങ്ങളുടെ അധികാരിയാണ്. നിന്നെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇരുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെ അഭിപ്രായം പറഞ്ഞതെങ്കിൽ അവരൊക്കെ പാപികളാണ്, തെറ്റുകാരാണ്. അതല്ല, അവർ ഇസ്ലാമികമായ അനുവാദത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജിത്തിഹാദ് ചെയ്തിട്ട് ഒരു മസല പറഞ്ഞതാണെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയാൽ പടച്ചവൻ പുറത്തു കൊടുക്കും. അതല്ല, നിന്നെ സുഖിപ്പിക്കാനാണെങ്കിൽ അവർ ചെയ്തത് മഹാപാതകമാണ്. ആഹാ, അങ്ങനെയാണല്ലേ? എങ്കിൽ അലിയെ പറയൂ, ഞാൻ കുറ്റക്കാരനാണോ? ഞാൻ എന്താ ചെയ്യേണ്ടത്? അലി റളിയല്ലാഹു അൻഹു അവറുകൾ, അന്ന് നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു സാധാരണക്കാരനായ പൗരൻ ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ കുറ്റക്കാരനാണ്. ഒരു പെണ്ണിനോട് പെരുമാറേണ്ടതിന് ചില മര്യാദകൾ നമ്മുടെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവളെ പേടിപ്പിച്ചിട്ടല്ല ദീനനുസരിപ്പിക്കേണ്ടത്. ആ നിലയിൽ അവളുടെ കുഞ്ഞ് അബോർഷനായി കൊല ചെയ്യപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് നിങ്ങളെ ശിക്ഷിക്കുകയും അതിന് പ്രായശ്ചിത്തം എന്ന നിലയിൽ ദിയത്ത് കൊടുക്കുകയും ചെയ്യണം. അതാണ് ഇസ്ലാമിന്റെ വിധി.
മഹാനായ ഉമർ എന്ന ഭരണാധികാരി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ നിന്നും ഈമാനും സംസ്കാരവും പടച്ചവനെ പറ്റിയുള്ള പരലോകത്തെ പറ്റിയുള്ള വിശ്വാസവും ഒക്കെ പകർന്നെടുത്ത ഉമർ പഞ്ചപുച്ഛമടക്കി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അലി പറഞ്ഞതാണ് സത്യം, ഞാൻ തെറ്റാണ് ചെയ്തത്, ഞാൻ ആ പെണ്ണിന്റെ ബന്ധുക്കൾക്ക് ദിയത്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ വാർത്തെടുക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്ത കുറേ വ്യക്തിത്വങ്ങളുണ്ട്. അത് വാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, ഭരണാധികാരികളുണ്ട്, ഇമാമിങ്ങളുണ്ട്, മുക്രിമാരുണ്ട്, സാധാരണക്കാരുണ്ട്, എല്ലാവരുമുണ്ട്. പ്രിയമുള്ളവരെ, അനസ് മൗലവി ഈ വിഷയം പറഞ്ഞപ്പോൾ ഇത്രയും വികാര അതീതനായിക്കൊണ്ടാണ് അദ്ദേഹം ആ വിഷയം പറഞ്ഞത്. ഇത് മുഴുവനായിട്ട് ഇത്രയും നേരം കാണിച്ചത് നാം നിയമം എന്നുള്ളത് നാം പഠിക്കുകയും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, മോനെ ഹെൽമെറ്റ് ഇടാതെ ബൈക്ക് എടുക്കരുത്, അത് ഇവിടെ ശിക്ഷ കിട്ടുന്ന കാര്യമാണ്, ഫൈൻ അടക്കേണ്ടി വരും. ഒരാളുടെ ജീവൻ അപകടം ഉണ്ടാവുന്ന വിധത്തിൽ അത് മനഃപൂർവ്വമോ അല്ലാതെയോ ഒക്കെയുള്ള ഒരു തരത്തിൽ നീ പ്രവർത്തിക്കരുത്. അങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത്, നിയമത്തിൻ്റെ നൂലാമാലകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ നീതിബോധമുള്ള ഒരു പൗരനായിക്കൊണ്ട്, ഒരു പൗരയായിക്കൊണ്ട് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുവാനേ. ഇവിടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, മറ്റുള്ളവര് ഉമർ എന്ത് കരുതും റളിയല്ലാഹു തആല അൻഹു എന്ത് കരുതും എന്നുള്ള കാര്യത്തിലായിരിക്കാം അവര് ഉമർ റളിയല്ലാഹുവിനെ സപ്പോർട്ട് ചെയ്തതെങ്കിലും ആ ചെയ്തത് അവര് തെറ്റുകാരിയാണെങ്കിൽ പോലും ഇങ്ങനെയല്ല അത് പ്രതികരിക്കേണ്ടത്, അവരെ തിരുത്തേണ്ടത് എന്ന് പറഞ്ഞ അലി ഇബ്നു അബീ ത്വാലിബ് അതിന് അവിടെ വെച്ചുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്ത ഉമർ ഇബ്നു ഖത്താബ്, ഇവരൊക്കെയാണ് നമ്മുടെ മുൻഗാമികള്, ഇവരെയൊക്കെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.